ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് ചെലവ് കണക്കിൽ ഉരുണ്ട് കളിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടായെന്നാണ് ന്യായീകരണം. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്ന് ഓഡിറ്റിൽ പറയുന്നത് പിശകാണെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പണം തിരിച്ചടച്ചത് സംബന്ധിച്ച് നിയമസഭയിൽ നൽകിയ മറുപടി ശരിയാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ പ്രതികരിച്ചു. ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിറക്കാതെ കൃത്യമായ കണക്ക് കോടതിയിൽ കൊടുക്കണമെന്ന് വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്കിലെ ക്രമക്കേടുകളും പൊരുത്തക്കേടുകളും പുറത്തുവന്നതുമൂലം സർക്കാരിനുണ്ടായ ക്ഷീണമകറ്റാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രാവിലെ തന്നെ വാർത്താക്കുറിപ്പിറക്കിയത്. ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും ബില്ലുകൾ സമർപ്പിച്ച ഊരാളുങ്ങളുടെ ഉപകമ്പനിയെയും പരോക്ഷമായി പഴിചാരുന്നതാണ് ബോർഡിന്റെ വാർത്താക്കുറിപ്പ്. മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചെലവഴിച്ചു എന്ന പരാമർശം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. തിടുക്കത്തിൽ തയ്യാറാക്കിയപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവുണ്ടായി. നന്ദഗോവിന്ദ ഭജൻസിന് തുക നൽകിയെന്ന് ഓഡിറ്റിൽ പറയുന്നത് പിശകാണെന്നും ബോർഡ് വിശദീകരിക്കുന്നു. സ്പോൺസർഷിപ്പായി ലഭിച്ച 3 കോടി രൂപ ബോർഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതിഥികൾ മാത്രമല്ല ജീവനക്കാരും തൊഴിലാളികളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ വിവേചനം കാട്ടിയിട്ടില്ലെന്നും വാർത്താക്കുറിപ്പ് വിശദീകരിക്കുന്നു. ഇത് തെറ്റായി പറഞ്ഞൊരു നാളെ പൊതുജനം കൂടി മാപ്പ് പറയണം, ചെന്നിത്തല ഉൾപ്പെടെ. കാരണം 17/10/2025 കൃത്യമായി ദേവസ്വം ബോർഡ് ആ 3 കോടി രൂപ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് രേഖയാണ്. സ്വർണ്ണക്കൊള്ള പോലെ ആഗോള അയ്യപ്പ സംഗമത്തിലും വൻ വെട്ടിപ്പ് നടന്നുവെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ചയാണ് അയ്യപ്പ സംഗമത്തിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ച പോലെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല. അയ്യപ്പ സംഗമത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് കൃത്രിമരേഖ ഉണ്ടാക്കിയതിന് നടത്തിപ്പുകാർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് നിറം പിടിപ്പിച്ച കഥകളാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. വസ്തുതകൾ എന്നായാലും പുറത്തുവരും, അതുവരെ ദുഃഖഭാവത്തോടെ സഹിക്കേ നിവർത്തിയുള്ളൂവെന്നും PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.